ഹലോ, ഇറ്റ്സ് മീ ശ്രീലത ജയചന്ദ്രൻ. നമ്മൾ ഇന്നിവിടെ കാണിക്കുന്നത് എന്താണെന്നറിയാമോ? ഒരു ലഞ്ച് കോംബോയാണ്. അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു ഒഴിച്ചുകറിയാണ് വെക്കുന്നത്. അതിന് ഞാൻ വാഴത്തട ചെറുതായിട്ട് നമ്മൾ വട്ടം വെട്ടി നാരൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പും പുളി ഒഴിച്ച് വേവാൻ വെച്ചു. ഓക്കെ, അതവിടെ നിന്ന് വേവട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അടുത്തൊരു കറി വയ്ക്കാം. അതിനായിട്ട് കത്തിരിക്ക കത്തിരിക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് പിന്നെ എണ്ണ ചൂടായി വന്നപ്പോൾ കറിവേപ്പിലയിട്ട് പൊട്ടിച്ച് ഈ കത്തിരിക്കയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി വെക്കാം. ഓക്കെ, എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. കാരണം ഈ എണ്ണയിൽ കിടന്നൊന്ന് വെന്ത് വാടിയതിന് ശേഷം നമുക്ക് അതിൽ ഉപ്പും മുളകും എല്ലാം പിന്നീട് ചേർത്താൽ മതി. ഒന്ന് വാടി വന്നതിന് ശേഷം മാത്രം ചേർത്താൽ മതി. ഇത് നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ മിനിമം ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒന്ന് രണ്ട് കറികളാണ് ഉണ്ടാക്കുന്നത്. ചില സമയത്ത് നമുക്ക് കുറേ സാധനങ്ങളെല്ലാം നമ്മൾ ചേർത്തുണ്ടാക്കും അല്ലേ. അപ്പോൾ അതിനേക്കാളും സിമ്പിളായിട്ട് കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഈ സാധനങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നൊക്കെ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ കമൻറ്റിലിടണേ. ഇടയ്ക്ക് വാഴത്തടയൊക്കെ നമ്മൾ ഒന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കാം. അതിന് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവുണ്ട്. അപ്പോൾ അതിൽ ഇച്ചിരി ഞാൻ ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പാകത്തിന് ഉപ്പൊക്കെ ഇട്ടു. ഉപ്പെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് സമയം കൂടി ഇത് അടച്ചു വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഓക്കെ, ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ കത്തിരിക്കയും നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ നല്ലപോലെ ഇളക്കിയിട്ട് കൊടുക്കണം. അതല്ലെങ്കിൽ ഞാനിവിടെ ഇരുമ്പ് ചട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇച്ചിരി ഉപ്പ് ചേർത്തിട്ടിട്ടുണ്ട്. ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. കുട്ടികളൊക്കെ കാണുന്ന സമയത്ത് തന്നെ എപ്പോഴും പറയും ഇതിങ്ങനെ അവരുടെ ഇതിൽ ഈ കടായി എന്നുള്ളത് ഫ്രൈഡ് റൈസിനും നൂഡിൽസിനും ഒക്കെ ഉള്ളതെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഈ തോരൻ മെഴുക്കുവരട്ടിയൊക്കെ വെക്കുമ്പം എപ്പോഴും പറയാറുണ്ട്, ഞാനാണ് ഇവിടെ ആദ്യമായിട്ട് ഈ കടായിയിൽ തോരനും മെഴുക്കുവരട്ടിയും വെക്കുന്നതെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കാറുണ്ട്. പക്ഷേ എനിക്കിത് കൈക്ക് നല്ല സൗകര്യം, അതുകൊണ്ട് കൂടുതലും ഞാനിത് ഉപയോഗിക്കാറുണ്ട്. കുറച്ച് ദിവസം ഉപയോഗിക്കാതിരുന്നു, മാറ്റി വെച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും അതൊക്കെ എടുത്ത് റെഡിയാക്കി എടുത്തു. അപ്പോൾ ഇത് ചിലർ ചോദിക്കാറുണ്ട്, ഇരുമ്പ് ചട്ടി തുരുമ്പെടുക്കില്ലേ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? 1-2 ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൽ ആദ്യമൊക്കെ നമ്മൾ എണ്ണ തേച്ച് വെക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ നല്ലപോലെ പിന്നെ വെള്ളം തുടച്ച് വെക്കണം. കഴുകി കഴിഞ്ഞാൽ വെള്ളം തുടച്ച് വെക്കണം. ഓക്കെ, ഈ സമയം കൊണ്ട് നമ്മൾ ഇതിന് ഒഴിച്ച് കറിക്കൊരു അരപ്പുണ്ടാക്കുകയാണ്. അതിൽ ഒരു 1.5 പിടി, ഒരു പിടി മതി, ഒരു പിടി തേങ്ങയും ഒരു 1.5 സ്പൂണ് ചില്ലി ഫ്ലേക്സാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ഇട്ട് അരച്ചെടുക്കാം. അപ്പോൾ വേറെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല, ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ വേറെ പൊടികളായിട്ട് ഒന്നും ചേർക്കുന്നില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം അല്ലാതെ അതിലോട്ട് ഇടുന്നുണ്ട്. അല്ല വേറെ ഒരു പൊടിയും ഞാനിതിൽ ചേർക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിനിടയ്ക്ക് ഇത് നല്ലപോലെ ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ പറഞ്ഞു തന്നെ എന്തായിരുന്നു അറിയാമോ? ഈ ഇരുമ്പ് ചട്ടി നമ്മൾ കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം തുടച്ച് കമഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും തുരുമ്പെടുക്കില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ ചേർത്തതും ചില്ലി ഫ്ലേക്സ് തന്നെയാണ്. നമ്മൾ ഈ മെഴുക്കുവരട്ടിയിലൊക്കെ ചില്ലി ഫ്ലേക്സ് ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ഇരുമ്പ് ചട്ടിയും കൂടെ ആയതുകൊണ്ട് തന്നെ മുരിഞ്ഞ് വരുമ്പോൾ നല്ല മണമാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഉപ്പ്, ചില്ലി ഫ്ലേക്സ്, മഞ്ഞൾപ്പൊടി, ഇത്രയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമ്മൾ കുറേ സമയം കൂടെ അടച്ചു വയ്ക്കണം. കാരണം എപ്പോഴാണ് ഇത് ഇപ്പോൾ ഈ സാധനം എന്ന് പറയുന്നത് നോൺ സ്റ്റിക്ക് പോലെ ഇരിക്കുകയാണ്. കാരണം ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നോൺ സ്റ്റിക്ക് പോലെയാണ്. പിന്നെ വെള്ളം തീരെ ഇല്ലെങ്കിൽ ഏത് ചട്ടിയായാലും നോൺ സ്റ്റിക്ക് ആയാലും കരിയും അല്ലേ. എന്നിട്ട് നമ്മൾ അടച്ചു വെച്ച് കൊടുക്കുകയാണ്. ഞാൻ ഈ ചട്ടിയിൽ തന്നെയാണ് അപ്പം ചുടുന്നത്. അപ്പം ഇനി ചുടുന്ന സമയത്ത് ഞാൻ കാണിക്കാമേ. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ അപ്പം ഉണ്ടാക്കാറുണ്ട്. അപ്പം ഞാനിപ്പോൾ എൻ്റെ ശരിയായിട്ട് അപ്പച്ചട്ടി ഇരുമ്പ് ചട്ടിയായിരുന്നു. പക്ഷെ അതിൽ പിന്നെ അതിൻ്റെ പിടി പൊട്ടിപ്പോയി. അപ്പോൾ ഇതിലാണ് ഞാനിപ്പം അപ്പം ചുടുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ അരപ്പയിൽ വാഴത്തട കറിയിലോട്ട് അരപ്പ് ചേർത്തിട്ടുണ്ട്. ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഈ സൈഡ് നല്ല വെയിലാണ്, അതുകൊണ്ട് ഭയങ്കര ഗ്ലെയറാണ്. ഞാൻ മാക്സിമം അതിനെ അടച്ചൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ടും ഒരു സൈഡ് നമുക്ക് നല്ലപോലെ വെയിലടിക്കുന്നുണ്ട്. ഓക്കെ, നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ കൂട്ടും കൂടെ ഒന്ന് വെന്ത് കിട്ടണം. ഓക്കെ, ഞാൻ ഒന്നുകൂടെ ഉപ്പ് നോക്കുകയാണ്. കാരണം അരപ്പിട്ടതിന് ശേഷം എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം. ഞാൻ പുളി അധികം ഉപയോഗിക്കുന്നതല്ല, അതുകൊണ്ട് വളരെ കുറച്ച് പുളി ഇട്ടിട്ടുള്ളൂ. കാരണം ജേഡിനും പുളി ഒരുപാട് ഇഷ്ടമല്ല. അതിനുശേഷം നമുക്കിത് കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ചു വയ്ക്കാം. ഓക്കെ, ഈ സമയത്ത് വീണ്ടും അതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം.
കണ്ടോ, ഇതിലൊട്ടും പിടിച്ചിട്ടില്ല. കണ്ടോ, നമ്മൾ ഇളക്കുമ്പോൾ നല്ലപോലെ ഇളകി വരുന്നുണ്ട്. അതിൽ ഞാൻ ഇനി അപ്പം ചുടുന്ന സമയത്ത് കാണിക്കാം കേട്ടോ. നല്ല അപ്പമായിട്ട് നമുക്കിങ്ങനെ സൈഡ് മാത്രം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് പൊക്കി കഴിഞ്ഞാൽ ബാക്കി ചുമ്മാ കൈ കൊണ്ട് ഇങ്ങനെ എടുക്കാം. അതാണ് ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഒരറ്റം മാത്രം സ്വല്പം ഒന്ന് തവിയിട്ടിളക്കി കഴിഞ്ഞാൽ നമുക്ക് കൈ കൊണ്ട് വേണമെങ്കിലും അപ്പം ഇങ്ങനെ എടുക്കാൻ പറ്റും. അത്രയ്ക്കും നല്ലതായിട്ടാണ് ഇതിൽ അപ്പം ചുട്ടെടുക്കാൻ പറ്റുന്നത്. ഞാനും ഇങ്ങനെ മറ്റേ സാധാ നോൺ സ്റ്റിക്കില്ലേ, അതങ്ങനെ കോട്ടിങ് വരുന്നത്, അതെല്ലാം ഞാനിപ്പോൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കയ്യിലിപ്പോൾ ഇല്ല, ഒരെണ്ണം മാത്രം, അത് ഗ്രാനൈറ്റ് ഫിനിഷ് മാത്രമേ ഉള്ളൂ. അത് ഞാൻ പിന്നെ ഫിഷ് കറി അങ്ങനെയുള്ളതൊക്കെ വെക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ കഴിയുന്നത് നമ്മൾ നോൺ സ്റ്റിക്കൊക്കെ മാറ്റി വീണ്ടും സ്റ്റീലും ഇരുമ്പും ആക്കിയെടുക്കാനാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല പോലെ മുരിഞ്ഞ് വന്നു. ഇപ്പോൾ ചില്ലി ഫ്ലേക്സൊക്കെ മുരിഞ്ഞ് വന്ന സമയത്ത് നല്ല മണമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി. കാരണം നമുക്കിനി അതിൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ കത്തിരിക്ക അല്ലെങ്കിൽ വഴുതനങ്ങ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വീണ്ടും കുറച്ച് എണ്ണ അതേ ചട്ടിയിൽ തന്നെ ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലൊരു ഒരു വറ്റൽമുളക് ഞാൻ പിച്ചിട്ട് കൊടുത്തു. കുറച്ച് കടുക് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇത് നമുക്ക് കറിക്ക് താളിക്കാൻ വേണ്ടിയിട്ടാണേ. അതിനുശേഷം കുറച്ച് കൊച്ചുള്ളി തന്നെ ഉപയോഗിക്കുക മാക്സിമം, ഇല്ലെങ്കിൽ മാത്രം സവാള ഉപയോഗിക്കാം. ഓക്കെ, ഇപ്പോൾ കൊച്ചുള്ളി പിന്നെ കടുക് നല്ലപോലെ പൊട്ടിയതിന് ശേഷം നമുക്ക് ഈ കൊച്ചുള്ളി അരിഞ്ഞത് കുനുകുനേ അരിഞ്ഞെടുക്കാം. അപ്പോൾ അത് അരിഞ്ഞത് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നല്ലപോലെ മൂത്ത് കിട്ടണം. ഉള്ളി ജസ്റ്റ് ഒന്ന് വാടിയാൽ പോരാ, നല്ലപോലെ മൂത്ത് കിട്ടുമ്പോഴാണ്, നല്ല ഗോൾഡൻ കളർ ആകുമ്പോഴാണ് നമുക്ക് കറിക്ക് നല്ല മണവും ടേസ്റ്റും വരുന്നത്. അപ്പോൾ ആ ഉള്ളിയുടെ മണം നമുക്ക് പ്രത്യേക മണമാണ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ നല്ലപോലെ ആയി വരട്ടെ. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ, മറക്കല്ലേ. ഓക്കെ, ഞാനിപ്പോൾ ഉള്ളി കുറച്ച് നീക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം അതിൽ ഒരു 5-6 മണി ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഉലുവ നമ്മൾ നേരത്തെ ഇട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്നറിയാമോ, കരിഞ്ഞു പോയാൽ കയ്പ്പ് വരും. ഓക്കെ, അപ്പോൾ ഇത് ഇരുമ്പ് ചട്ടിയും കൂടെ ആയതുകൊണ്ട് നല്ല ചൂടാണ്. ഇതിൽ കറിവേപ്പില ഇട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഉള്ളി ഇട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം മാത്രമേ ഇപ്പോൾ ഉലുവ ഇടാറുള്ളൂ. 1-2 തവണ എനിക്ക് അങ്ങനെ അബദ്ധം പറ്റി. ഓക്കെ, ഞാനിത് കറിയിലോട്ട് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് 2 കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് ഇൻഗ്രീഡിയൻസ് അല്ലേ, അയ്യേ ഇതെങ്ങനെ ഇരിക്കുമെന്ന് വിചാരിക്കേണ്ട. ചിലർ ഉള്ളി, ജീരകം അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ചേർക്കും. ഇതൊന്നും ചേർക്കാതെയാണ് ചെയ്തിരിക്കുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആ സെയിം പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു. അതിനുശേഷം അതിൽ കുറച്ച് ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാം. ഓക്കെ, ഈ ചമ്മന്തി ഞാനിപ്പോൾ 2 പേർക്കുള്ള കണക്കിനാണ്. മറ്റേ കറിയാണെങ്കിൽ നമുക്ക് ഇച്ചിരി ബാക്കി വന്നാലും അടുത്ത ദിവസം ഉപയോഗിക്കാം. അപ്പോൾ ചമ്മന്തി നമുക്ക് കഴിയുന്നതും ബാക്കി വെക്കാതിരിക്കാനാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ പിന്നെ ഉഴുന്നൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു 5-6 കൊച്ചുള്ളിയും ഒരു 2 വെളുത്തുള്ളിയും കൂടെ അതിലിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് നമുക്ക് വാട്ടിയെടുക്കാം. അതൊന്ന് വാടി വരട്ടെ. വാടി വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പില. കണ്ടോ, അപ്പോൾ കറിവേപ്പില കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇടാം. ഇപ്പോൾ കറിവേപ്പിലയൊക്കെ ഇപ്പോൾ ഒരുപാട് കഴിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ കറികളിടുമ്പോൾ അത് എടുത്ത് കളയാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിലൊക്കെ ആകുമ്പോൾ നമ്മൾ എടുത്ത് കളയില്ല, അരഞ്ഞ് ചേരും. വളരെ കുറച്ചാണ് ഞാൻ പുളി ചേർത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ 2 പേർക്ക് കഴിക്കാനുള്ള അളവായതുകൊണ്ടാണ് ഞാൻ എല്ലാ സാധനങ്ങളും ഇത്രയ്ക്ക് കുറച്ച് ചേർക്കുന്നത്. വളരെ കുറച്ച് പുളി. ഓക്കെ, അപ്പോൾ പുളി ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ മെയിൻ സാധനം ഇട്ടിട്ടുണ്ട്, തേങ്ങ അല്ലേ. ചമ്മന്തിക്ക് വേണ്ടുന്നൊരു സാധനം എന്ന് പറയുന്നത് തേങ്ങയാണ്. അപ്പോൾ തേങ്ങ നമ്മുടെ അളവിന് എത്രയാണോ നമുക്ക് ചമ്മന്തി വേണ്ട അതിനനുസരിച്ചിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഇച്ചിരി അങ്ങോട്ടോട്ട് കൂടിയാലും കുറഞ്ഞാലും ഒന്നും ഒരു വിഷയമല്ല. ഓക്കെ, അപ്പോൾ ഇത് നല്ലപോലെ പിന്നെ ഒന്നും ചൂടായി വരണം. ഓക്കെ, അതിനുശേഷം ഞാൻ വീണ്ടും അതിൽ ചില്ലി ഫ്ലേക്സ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് ശേഷം അത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇങ്ങനെ ഭയങ്കര തീയലിന് വറുക്കുന്ന പോലെ ബ്രൗൺ കളർ അങ്ങനെയൊന്നും ആവണ്ട. അതൊന്ന് ജസ്റ്റ് നല്ലപോലെ ഒന്ന് തേങ്ങയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. ഓക്കെ, അതിന് ശേഷം ഇതിൽ മാറ്റുകയാണ്. കാരണം പ്രത്യേകിച്ച് ഇരുമ്പ് ചട്ടിയും കൂടെ ആയതുകൊണ്ട് അത് മാറ്റി വെച്ചില്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് കരിയും. കാരണം ചൂടുണ്ട്. ഓക്കെ, അതിപ്പോൾ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിനെ മിക്സിയുടെ ഒരു ജാറിലോട്ട് മാറ്റിയതിന് ശേഷം 1-2 തവണ പൾസ് അടിക്കണം. ഇതിനിടയിൽ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ മുളകിട്ട സമയത്ത് കുറച്ച് ഉപ്പും കൂടെ അതിലിട്ടിട്ടുണ്ട്.
കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് കൊണ്ടുവന്നു. അതിനുശേഷമാണ് ഇതിലെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പോകുന്നത്. വെരി വെരി സ്പെഷ്യലാണ് ഇത്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അപാര ടേസ്റ്റാണ്. ഓക്കെ, അതായത് 2 പപ്പടം. ഓക്കെ, 2 പപ്പടം ഇതിനകത്തോട്ട് ഞാൻ പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ്. ആദ്യമേ ഇട്ട് അരച്ച് കഴിഞ്ഞാൽ അരഞ്ഞങ്ങ് വരും. കാരണം ഉഴുന്നും മാവല്ലേ പപ്പടം എന്ന് പറയുന്നത്. അതുകൊണ്ട് തണുത്തൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറും. ഓക്കെ, അപ്പോൾ അരഞ്ഞ് പോകരുത്. അപ്പോൾ ഇത് നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം, അരച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കരമായിട്ട് അരച്ചൊന്നും എടുക്കണ്ട, നല്ലപോലെ ക്രഷ് ചെയ്ത് എല്ലാം യോജിച്ച് വരണം. അതിന് ശേഷം നമ്മളിൽ പപ്പടം കൂടെ ചേർത്തു. 2 പപ്പടമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഓക്കെ, സാധാരണഗതിയിൽ നമ്മൾ 2 പപ്പടം വെച്ച് 2 പേർക്ക് അല്ലേ, ഒരാൾ 2 പപ്പടമെങ്കിലും എടുക്കും അല്ലേ. ഇപ്പോൾ 2 പപ്പടം വെച്ചിട്ട് ഇതിൽ നമുക്ക് കുറച്ച് കൂടുതൽ വേണമെങ്കിലും ബാക്കിയുള്ള സംഭവങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഇതായി കിട്ടും. ഓക്കെ, ജസ്റ്റ് 2 പൾസ് അടിച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ശേഷം ഇതാ, പൾസ് ചെയ്യാനേ പാടുള്ളൂ. പപ്പടം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പൾസ് ചെയ്യാനേ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി. കണ്ടില്ലേ, ചെറിയ പപ്പട കഷ്ണങ്ങളെ കയ്യിൽ കിടപ്പുണ്ട്, കുഴപ്പമില്ല, അതങ്ങനെ കിടക്കട്ടെ, നല്ലതാണ്, കടിക്കുമ്പോഴൊക്കെ നല്ലതാണ്. ഓക്കെ, ചമ്മന്തി എന്ന് പറയുമ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കണം അല്ലേ, അപ്പോഴാണ് ചമ്മന്തിക്ക് ചമ്മന്തി ആകുന്നല്ലേ അത്. അല്ലാതെ നമ്മൾ സ്പൂണിൽ കോരി ഇങ്ങനെ വെറുതെ ഇങ്ങനെ വയ്ക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ നല്ല പോലെ അതിനെ ഉരുട്ടിയെടുക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതിനെ നല്ലപോലെ ഉരുട്ടി ഒരു ഷേപ്പൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇത്, പറയാതിരിക്കാൻ വയ്യ. അത് കഞ്ഞിക്കായാലും നല്ലതാണ്, ചോറിനായാലും നല്ലതാണ്, വളരെ നല്ല സാധനമാണ്. പിന്നെ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കമൻ്റ് ഇടുക, അഭിപ്രായമൊക്കെ പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് തൊട്ടേക്കണേ, മറന്നു പോരുതേ. അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളി ടേസ്റ്റാണ്, പറയാതിരിക്കാൻ വയ്യ, സൂപ്പർ സൂപ്പർ സൂപ്പർ. ഓക്കെ, അപ്പോൾ ഞാനിതാ ചോറ് കോരിയിട്ടുണ്ട്. ചോറ് കോരി കണ്ട, ഞാൻ തൈര് ഒഴിക്കുന്നതുകൊണ്ട് വാഴത്തട കറി ഞാൻ സൈഡിലാണ് വെച്ചേക്കുന്നത്. ചമ്മന്തി എടുത്തു, വഴുതനങ്ങ ഫ്രൈ എടുത്തു. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മളിത് കഴിക്കുക എന്നുള്ളതാണ്. കാരണം എനിക്ക് എപ്പോഴും ചോറിൽ തൈര് ഒഴിക്കുന്നതാണ് ഇഷ്ടം. അല്ലാതെ ഞാൻ ഒഴിക്കുന്ന പറഞ്ഞാൽ രസം ഉണ്ടെങ്കിൽ ഒഴിക്കും, സാമ്പാർ ഉണ്ടെങ്കിൽ ഒഴിക്കും, ബാക്കിയെല്ലാം രസം ഉണ്ടെങ്കിലും ഞാൻ അതിൻ്റെ കൂടെ തൈര് ഒഴിക്കും. അല്ലാതെ സാമ്പാർ മാത്രമാണ് അങ്ങനെ തന്നെ കഴിക്കുന്നത്. ഓക്കെ, നമുക്കിനി ഇത് കഴിച്ച് നോക്കാം. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റ്, നല്ല കോമ്പിനേഷനാണ്. ഓക്കെ, ചമ്മന്തി വെച്ചിട്ടാണ് കഴിക്കുന്നത്, നല്ല അടിപൊളി, സൂപ്പർ സൂപ്പർ സൂപ്പർ, പറയാതിരിക്കാൻ വയ്യ. അതുപോലെ തന്നെയാണ് വഴുതനങ്ങ ഫ്രൈ. അതുപോലെ ചില്ലി ഫ്ലേക്സ് ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ മണം എന്ന് പറയുന്നത്, ചില്ലി ഫ്ലേക്സ് മൊരിഞ്ഞ് വരുന്നത് ഒരു പ്രത്യേക മണമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലും മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ, ഉരുളക്കിഴങ്ങ് ഫ്രൈ ആയാലും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ചില്ലി ഫ്ലേക്സാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു കളറിന് വേണ്ടി മാത്രം വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി ഇടാം. ഇതിൽ പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് കളറൊന്നും നമുക്ക് പ്രത്യേകിച്ച് അറിയാനില്ലാത്തതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഇടേണ്ട ആവശ്യമില്ല. അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്കിതുപോലെ പുതിയ പുതിയ വീഡിയോകളായിട്ട് കാണാം. ഇതുപോലെ കോംബോ ആയിട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക, നമുക്ക് വീണ്ടും കോംബോ ആയിട്ട് തന്നെ ചെയ്യാം. കൂടുതൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, എല്ലാം സിംഗിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.